ഫുഡ് ഫെസ്റ്റിവലിന് എത്തിയിട്ടുള്ള കുട്ടികളുടെ അടുത്ത് മിസ് ആയിട്ടുള്ള മുൻഹയും എങ്ങനെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ക്ലാസ് ഒക്കെ നടത്തുകയാണ്. കുട്ടികൾക്കും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ അത് തോന്നുന്നു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന പൊടികളൊക്കെ കുട്ടികളും ഉൻഹയും വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു അതുവഴി ജീഹ്വാനും എത്തിയിട്ടുണ്ടായിരുന്നത്. ജീഹ്വാനും ഉൻഹേനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ജീഹ്വാൻ ആ ഒരു നിമിഷം തന്നെ അവളുടെ അടുത്ത് പ്രണയമൊക്കെ തോന്നിയിട്ടുമുണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവലൊക്കെ അവസാനിക്കുന്ന സമയത്താകട്ടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുവാനായിട്ട് ക്യാമറാമാനും നോക്കുന്നൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉൻഹ തനിച്ചായിരുന്നു ബാക്കിയുള്ള വൃത്തിയാക്കൽ പരിപാടിയൊക്കെ നടത്തിയിട്ടുമുണ്ടായിരുന്നത്. അതിനുശേഷം ടോയ്ലറ്റിലൊക്കെ പോകുവാനായിട്ട് നിൽക്കുമ്പോഴാകട്ടെ ടോയ്ലറ്റിലൊക്കെ വളരെയധികം തിരക്കൊക്കെ കാണുന്ന അവളും അടുത്തുണ്ടായിരുന്ന മറ്റൊരു ബിൽഡിങ്ങിലേക്കൊക്കെ കയറുന്നു. ജിഹ്വാനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ജിഹ്വാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അവൻ എവിടെ പോയതായിരിക്കുമെന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് ജിഹ്വാന്റെ കൂടെയുള്ള ആൾക്കാരും. ജിഹ്വാനും ബിൽഡിങ്ങിലുള്ള റെസ്റ്റ് റൂമിലൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉൻഹയും റെസ്റ്റ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് നേരത്തെ അവൾ കുട്ടികളുടെ കൂടെ കളിച്ചപ്പോഴത്തേക്കും ഒരുപാട് പൊടികളൊക്കെ വാരി വിതറിയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴാകട്ടെ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തായിട്ട് അങ്ങനെ പൊടികളൊക്കെ കിടക്കുന്നത് കാണുന്ന അവളും അതെല്ലാം തന്നെ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അതേസമയം അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ജിഹ്വാനിട്ടും അവൾ ചെന്നിടിക്കുന്നു. അവളായിട്ട് ഇടിക്കുന്നതല്ല, മറിച്ച് മോപ്പ് വെച്ച് തറയൊക്കെ തുടച്ചുകൊണ്ടിരുന്ന സമയത്ത് മോപ്പിന്റെ ഒരു അറ്റം അവനിട്ട് കൊണ്ടതായിരുന്നു. അവിടെ എത്തുന്ന ജെയ്സോയും ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ കാണിക്കാണ്. മാത്രല്ല ജിഹ്വാനായിട്ട് ആരാണ് ഇടിച്ചതെന്നൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ജിഹ്വാനും അത് ഉൺഹ ആയിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാകുന്നത്. പിന്നീട് അവൻ എണീക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവന്റെ കാലും ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോകുന്നു. ആദ്യം അവൻ വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഓൺഹ അവന്റെ കയ്യിലൊക്കെ ചെന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീടായിരുന്നു അവനും 50 മീറ്റർ അകന്ന് നിൽക്കണമെന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അവളും ഓർത്തു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും അവൻ പിടിച്ചിട്ടുണ്ടായിരുന്ന കൈയൊക്കെ വെടിയിപ്പിക്കുവാനായിട്ട് നോക്കുന്നു. പക്ഷെ അപ്പോൾ മാത്രമായിരുന്നു സ്റ്റെപ്പിന്റെ മുകളിലായിരുന്നു അവൻ നിന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യമൊക്കെ അവൾ പോലും മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്റ്റെപ്പിന്റെ മുകളിലുണ്ടായിരുന്ന അവനും താഴേക്ക് വീഴുകയാണ്. അവന്റെ കൂടെയുള്ള എല്ലാവരും ആ ഒരു വീഴ്ചയൊക്കെ നോക്കി നിൽക്കുന്നു. അവർക്കും ആംബുലൻസ് വിളിക്കണോ അതോ പോലീസിനെ വിളിക്കണോ എന്ന സംശയത്തിലൊക്കെ ആയിരുന്നു അവരും ഉണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് കോടതിയിൽ നിൽക്കുന്ന ഉൻഹനെയാണ് കാണിക്കുന്നത്. ഉൻഹ ആൾമാറാട്ടം നടത്തിയതിനും ഒരാളെ കൊന്നതിന്റെയും പേരിൽ ഉൻഹനെ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ കോടതി വിധി വരുന്നു. അതായത് നേരത്തെ പോലീസ് ഓഫീസർ എന്ന വ്യാജേന ഉൻഹ ജിഹ്വാന്റെ അടുത്തൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചും പിന്നീട് അറിയാതെ ജിഹ്വാനെ നടയിൽ നിന്നും തള്ളിയിട്ട കേസിനുമാണ് ഇപ്പോൾ വിധിയൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ അതെല്ലാം തന്നെ ഒരു ഇമാജിനേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആംബുലൻസ് ഒക്കെ എത്തിയതിനു ശേഷം ജിഹ്വാന്റെ കൂടെയുള്ള ആൾക്കാര് ജിഹ്വാനെ ആംബുലൻസിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ തന്നെ ഓൺഹെയിം ഒളിച്ചു നിന്ന് കാണുകയാണ്. ജിഹ്വാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ്. മാൻഹോ ആകട്ടെ ജിഹ്വാന്റെ തലയൊക്കെ ഫിറ്റ് ആകുമോ എന്ന് നോക്കുവാനായിട്ട് ഒരു ഫ്രെയിം ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. അതായത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കൊക്കെ നടക്കുന്ന സ്ഥലത്ത് വെക്കുവാനായിട്ടായിരുന്നു അത്. മാത്രമല്ല വളരെ വില കൂടിയ ശവപ്പെട്ടിക്ക് അവർ ഓർഡർ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നുമുണ്ട്. അടക്കിനെത്തുന്ന ആൾക്കാർക്ക് ഏത് രീതിയിലുള്ള ഫുഡ് കഴിക്കുവാനായിട്ട് കൊടുക്കണമെന്നും അവന് ഏത് രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇടുവാനായിട്ട് നൽകണമെന്നുമുള്ള ചർച്ചയിലാണ് ടീമിലെ ആൾക്കാരൊക്കെ നിൽക്കുന്നതെങ്കിൽ പോലും ജിഹ്വാനും താൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന കാര്യമൊക്കെ അവരെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജിഹോന്റെ വാരിയലിനൊക്കെ പൊട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റെസ്റ്റ് ഒക്കെ അവൻ ആവശ്യമായിട്ടുണ്ടെന്നുള്ള കാര്യം ജോയങ്ങും അവിടെ എത്തി അറിയിക്കുന്നു. അപ്പോഴായിരുന്നു ആ മോപ്പ് അറിയാതെ കൊണ്ടതൊന്നും ആയിരുന്നില്ല, മറിച്ച് ആ പെൺകുട്ടി ഇവനെ കൊല്ലുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ മോപ്പ് വെച്ച് അവനിട്ട് അടിച്ചതായിരുന്നു. എല്ലാം തന്നെ ഞാൻ നേരിട്ട് കണ്ടതാണെന്നൊക്കെ ജയ് സ്വയം പറഞ്ഞു കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്ന ജീവാനും നേരത്തെ ഉൺഹനെ കണ്ട സമയത്ത് അവിടെ മിസ് മിനി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫോൺ എടുത്ത് ആ ഒരു പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അവനും. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ യൂട്യൂബ് ചാനലൊക്കെ അവനും ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതില് അവൾ പോലീസിന്റെ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്നത് കൂടി കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിരപരാധിയായിട്ടുള്ള തന്നെ ജയിലിലേക്ക് അടയ്ക്കുവാനായിട്ട് അവൾ നോക്കിയതാണല്ലോ എന്നൊക്കെ അവനും ഓർത്തു നോക്കുന്നു. ഒരു നിമിഷത്തേക്കാണെങ്കിലും ഫോണൊക്കെ മാറ്റിവെക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവനും വീഡിയോസ് ഒക്കെ കാണുകയാണ്. അതുപോലെ തന്നെ ഹ്യുൻവു ഉൺഹയുടെ ഓരോരോ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും കാണിക്കുന്നു. പിറ്റേ ദിവസം ഓഫീസിലെത്തിയ ഹിൻവു ആകട്ടെ ഒരമ്മയും കുട്ടിയും നിൽക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. അമ്മയ്ക്ക് പ്രോസിക്യൂട്ടറിനെ കാണേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ഡോറിന് വെളിയിലൊക്കെ നിർത്തിയതിനു ശേഷം അമ്മ തനിച്ചായിരുന്നു അകത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുള്ളത് ഈ ഒരു മുറിയിലാണെന്ന് പറഞ്ഞ് റൂമിന്റെ നമ്പറൊക്കെ എഴുതി വെച്ചതിന് ശേഷം ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്നും ഹിൻവു കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുമുണ്ടായിരുന്നു. കുട്ടിക്ക് മിസ് മിനിയുടെ വീഡിയോസ് ഒക്കെ വെച്ചു കൊടുക്കുകയും കുട്ടിയുടെ ഒപ്പം ഇരുന്ന് ആ ഒരു വീഡിയോസ് കാണുകയുമായിരുന്നു ഹിനുവും ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഹ്യുനുവിന്റെ കൂടെയുള്ള ഓഫീസർ മറ്റൊരു കാര്യമൊക്കെ ഹ്യുനുവിനെ അറിയിക്കുകയാണ്. കാറ്റ് ക്ലബിൽ വെച്ച് ഷെയ്ഖ്വാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പിന്നീട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും കേസൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അവനെ പുറത്തിറക്കിയെന്നതുമായിരുന്നു ആ ഒരു വാർത്ത. കാറ്റ് ഗ്യാങ്ങും ഡോഗ് ഗ്യാങ്ങും ശത്രുക്കളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയിരിക്കെ കാറ്റ് ഗ്യാങ്ങിന്റെ ക്ലബിലൊക്കെ അവൻ പോകണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകും. ഇതെന്തായാലും ചെറിയൊരു കേസൊന്നും അല്ല എന്നൊക്കെ ഹ്യുനുവും ഓഫീസറിനോട് പറയുന്നു. വെറുതെ ഒരു രസത്തിന് ആരാണ് ഉൺഹ എന്ന് അറിയുവാനായിട്ടായിരുന്നു അവളുടെ ഒരു വീഡിയോ ഒക്കെ അവനെടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഉറങ്ങുക പോലും ചെയ്യാതെ അവളുടെ എല്ലാ വീഡിയോസും കണ്ടു തീർത്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് അവൾ ആദ്യമായിട്ടിട്ട ഒരേ ഒരു വീഡിയോ മാത്രമേ അവൻ കാണുവാനായിട്ട് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതും അവൻ പ്ലേ ചെയ്ത് നോക്കുന്നു. കുറച്ചധികം ബബിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അവൾ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ട് അവനും ആകെ ഹാപ്പി ആയിട്ടൊക്കെ അതും നോക്കി ഇരിക്കുകയാണ്. ഉറങ്ങാതെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്ന അവനും ഇപ്പോൾ ഹാലൂസിനേഷൻ ഒക്കെ തോന്നുകയാണ്. അവന്റെ അടുത്തിരുന്ന് ഓൺഹ ബബിൾസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവന് തോന്നുന്നതും. അങ്ങനെ അവളെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് അവനും. പിന്നീട് അവൾ തന്റെ ഓർമ്മയിൽ നിന്നും പോയെന്നൊക്കെ വിചാരിച്ച് അവൻ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവന്റെ ചുറ്റും ഒരുപാട് കുമിളകൾ ഉള്ളതായിട്ടും കുമിളകൾക്കകത്ത് ഉണഹ ഉള്ളതായിട്ടും അവന് തോന്നുകയാണ്. എല്ലാ കുമിളകളും പൊട്ടിച്ച് ഏറ്റവും ഒടുവിലത്തെ ഒരു കുമിളയും കൂടി പൊട്ടിക്കാനായിട്ടുള്ള സമയത്തായിരുന്നു ഉൺഹയും അവനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഉൺഹ നിൽക്കുന്നതിന്റെ അടുത്തേക്കൊക്കെ ഒരു കുമിള പോകുന്നതായിട്ടൊക്കെ തോന്നുന്ന അവനും അതിന്റെ പിന്നാലെ പോയിട്ട് അതും കൂടി കുത്തി പൊട്ടിക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കുമായിരുന്നു അത് കുമിളയല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ഉൺഹയാണെന്നുള്ള കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. അവനും അവളെ തൊട്ട് നോക്കിയാണ് ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കുന്നത് പോലും. കാറ്റ് ഗാങ്ങുമായിട്ട് ഉൺഹയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നൊരു വിശ്വാസത്തിലാണ് എല്ലാവരും തന്നെ ഉള്ളതെങ്കിൽ പോലും ജെയ്സോ അത് വിശ്വസിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. മിസ് മിനി എന്നത് അവളുടെ കോഡ് നെയിം ആണെന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ജെയ്സോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ജെയ്സോ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കാറ്റ് ഗാങ്ങിന്റെ രഹസ്യ ഏജന്റ് ആണ് നമ്മുടെ ഈ ഒരു ഉൺഹ. ജീഹാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവന് കഴിക്കുവാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഓൺഹേം എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൻ വീണ സ്ഥലത്ത് അവന്റെ കണ്ണാടിയൊക്കെ വീണു പോയിട്ടുമുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അവൻ ഇപ്പോൾ അവൾ നൽകുന്നുമുണ്ട്. അവനും യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം നെഞ്ചിനിട്ടൊക്കെ അവൻ ഒരുപാട് തവണ ഇടിക്കുന്നു. പക്ഷെ അവന് യഥാർത്ഥത്തിൽ വേദന എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ അവളെ അറിയിക്കാതിരിക്കുവാനായിട്ട് അവനും ശ്രമിക്കുന്നുണ്ട്. പിന്നീട് അവൾ പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് അവളുടെ ബാഗൊക്കെ തുറന്നു കിടന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബാഗിന്റെ അകത്ത് നിന്നും ഒരുപാട് സാധനങ്ങളൊക്കെ നിലത്തേക്ക് വീഴുകയാണ്. യഥാർത്ഥത്തിൽ സെൽഫ് ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളായിരുന്നു അതെല്ലാം തന്നെ. അവളും തന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത്രയേറെ സാധനങ്ങൾ കയ്യിൽ കരുതിയിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ മാത്രം സേഫ് ആയാൽ പോരല്ലോ, നിനക്ക് കുട്ടികളെയും സേഫ് ആക്കേണ്ടതായിട്ടുണ്ടല്ലോ. മോൺസ്റ്റാർസിന്റെ അടുത്ത് നിന്നും കുട്ടികളെയൊക്കെ രക്ഷിക്കുവാനായിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം തന്നെ നിനക്ക് ആവശ്യമായിട്ടുള്ളതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞയക്കുവാനായിട്ടൊക്കെ ചിഹ്വാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ചിഹ്വാന്റെ ടീമിലെ ആൾക്കാരെല്ലാവരും തന്നെ ജിഹ്വാനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ജിഹ്വാൻ അപ്പോൾ വാതിലൊക്കെ തുറക്കുകയാണെങ്കിൽ അവൾ കൂടെയുള്ള കാര്യം എല്ലാവരും തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാതിൽ തുറക്കാതെ അവനും കുറച്ച് സമയമൊക്കെ ചോദിക്കുന്നു. മാത്രമല്ല കൂടെയുള്ള ഉൺഹേനെ പലയിടത്തായിട്ട് ഒളിപ്പിക്കുവാനായിട്ടുള്ള ശ്രമമൊക്കെ അവൻ നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാതെ ബെഡിൽ തന്നെയാണ് അവനും അവളെ കിടത്തുന്നത്. മാത്രമല്ല അവനും അതിന്റെ മുകളിൽ കയറിയൊക്കെ കിടക്കുന്നുമുണ്ട്. ജയ്സോയും ഇപ്പോൾ ഉൺഹനെ കുറിച്ചുള്ള സകല വിവരങ്ങളും കണ്ടെത്തിയെന്നൊരു വിശ്വാസത്തിലൊക്കെയാണ് എത്തിയിട്ടൊക്കെ ഉള്ളത്. മാത്രമല്ല വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജെയ്സോയും പറഞ്ഞു കേൾപ്പിക്കുന്നു. ജെയ്സോ ആദ്യം പറയുന്നത് അവൾ ഒരു ക്രിസ്മസ് ആണെന്നാണ്. പക്ഷെ പിന്നീട് കൂടെയുള്ള ആൾക്കാർ തന്നെ അവളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുള്ള രീതിയിൽ ക്രിസ്മസ് എന്ന വാക്കിനെ മാറ്റിയൊക്കെ പറയുന്നുണ്ട്. ജെയ്സോ മാത്രമല്ല പൊട്ടത്തരങ്ങളൊക്കെ പറയുവാനായിട്ട് ജെയ്സോയും മാൻഹോയും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെയാണ്. അതായത് ജെയ്സോ ഒരു പൊട്ടത്തരം പറയും, അത് കേട്ടിട്ട് മാൻഹോ മറ്റൊരു പൊട്ടത്തരം പറയും. പക്ഷെ ഇതെല്ലാം തന്നെ തിരുത്തി കൊടുക്കുന്നത് ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആൾക്കാരാണ്. കാറ്റ് ഗ്യാങ് പറഞ്ഞയച്ചിട്ടുള്ള ഒരു സ്പൈ ആണ് അവൾ, അക്കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ജേസൺ നിൽക്കുന്നുണ്ടെങ്കിലും കൂടെ ഉണഹ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ റൂമിൽ നിന്ന് പുറത്താക്കുവാനായിട്ടായിരുന്നു ജീഹ്വാനും ധൃതിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജീഹ്വാൻ അവരെ പറഞ്ഞയക്കുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ജീഹ്വാന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുള്ളതൊക്കെ ഉൺഹയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്രയും നേരം ഉണഹിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുവാനായിട്ടായിരുന്നല്ലോ അവർ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ ഒന്നും തന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി അവസാനിച്ചു. ഇനി അവളെക്കുറിച്ച് ആരും തന്നെ ഒന്നും മിണ്ടുവാൻ പോലും പാടില്ല എന്നായിരുന്നു ജീഹ്വാനും കൂടെയുള്ള ആൾക്കാരോട് പറയുന്നത്. മാത്രമല്ല അവരെ എല്ലാവരും തന്നെ ആ ഒരു റൂമിൽ നിന്ന് ഇറക്കിയും വിടുന്നു. അവർ പോയി കഴിയുമ്പോഴത്തേക്കുമാണ് ഒരേ ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്ന ഉൺഹേനെ അവനും ശ്രദ്ധിക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഒരു ഞെട്ടലോടുകൂടി തന്നെ കട്ടിലിൽ നിന്നും ഇറങ്ങുകയും അതേസമയം ഉൺഹ അവിടെ നിന്നും ഇറങ്ങി പോകുകയും ചെയ്യുന്നു.
ഓൺഹ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഓൺഹയുടെ അടുത്തുള്ള ഒരു ഇഷ്ടമൊക്കെ ജിഹ്വാന് ഇപ്പോഴും ഉണ്ട്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോയും അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.